അമ്രിക്കുട്ടിക്ക് അറിയില്ല പെട്ടിന്റെ ഉള്ളിൽ എന്താ അറിയില്ല സാധനമോ അമ്രിക്കുട്ടിക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മളെ കുറിച്ച്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഐശു എന്താണ് ഈ പൊട്ടിക്കുന്നത് വെച്ചാല് സർപ്രൈസ് ആയിട്ടൊന്നും വെക്കുന്നില്ല, അതായത് വീഡിയോ കാണാനുള്ളതല്ലേ. അതായത് ഞങ്ങളെ ഫസ്റ്റ് വരുന്നതില് നമ്മുടെ കുട്ടിക്കാലത്തെ രണ്ടാളി ഓരോ ഫോട്ടോ, പിന്നെ നമ്മളെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ, പിന്നെ നിക്കാഹ്, മാരേജ്, ഈ ഫോട്ടോസുകളാണ് ഇതിൽ വരുന്നത്. അത് നമ്മളൊരു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്യുന്ന ഒരു ടീമിനെ കണ്ടിട്ട് അവരുമായി ബന്ധപ്പെട്ടിട്ട് ഫോട്ടോ ബുക്ക് എന്നാണ് അവരെ പേജിന്റെ പേര്, അതിൽ കയറിയിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ മാക്സിമം നല്ല സെറ്റാക്കി ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് പൊട്ടിച്ചാലേ അറിയുള്ളൂ എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ട്. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മുമ്പ് ചെറിയ ആൽബങ്ങളൊക്കെ നമ്മൾ വേറെ ഒക്കെ ചെയ്യിച്ചിരുന്നു. അപ്പം ഇവരെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാന്ന് തോന്നി. ഇവിടെ ആ മുകളില് പ്ലാസ്റ്റർ ഒഴിവാക്കി. പാക്കിംഗ് ഒന്നും പറയാനില്ല, അത് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഞാൻ അങ്ങനെ ബാഗിലൊന്നും ആക്കി തരും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ പാക്കിങ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അമ്രിക്കുട്ടിക്ക് നമുക്ക് അതിന് നല്ല അടിപൊളി ബാഗ് വാങ്ങിക്കാം. നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഇതിലെ കവറും. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് കാണിച്ചു നോക്കട്ടെ. പുറത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തെന്താ അവരെ ബില്ലും കാര്യങ്ങളുമാണ് അല്ലേ. ഗൈസ് ഞങ്ങളിത് നോക്കട്ടെ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവര് നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടായിട്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് മറ്റേ ഫോട്ടോ കൊടുക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമ്മച്ചി പച്ചു. അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞു മുഴുവനാക്കിയല്ലേ ഇഷ്യൂ. അതായത് നമ്മളിങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം അതൊന്ന് പറഞ്ഞു കൊടുത്താം. നമ്മള് മെമ്മറി ആയാലും പെൺഡ്രൈവ് സിസ്റ്റം ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂല. എന്താ സംഭവം എന്താ ഒന്നും നമുക്കൊന്നും ടെക്നോളജി ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഇത് പെൺഡ്രൈവ് ആയാലും മെമ്മറി ആയാലും ടെക്നോളജി വിശ്വസിക്കാൻ പറ്റൂല എന്നല്ല, നമ്മൾ ഈ സ്റ്റോറേജ് ഒക്കെ പെട്ടെന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഓർക്കാനുള്ള സംഭവമാണ് ഇതൊക്കെ. എന്നും അവിടെ ഉണ്ടാവും, ആ ആൽബം അവിടെ ഉണ്ടാവും. അപ്പൊ അതാണ് ഇങ്ങനെ ചെയ്തത്. സംഭവം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ആക്കി നോക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ. ഈ ഫോട്ടോ ഫ്രണ്ടിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് ഐശുവിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ആണ് ഫസ്റ്റ് കൊടുത്തത്. അവിടുന്ന് രണ്ടാമതാണ് സുന്ദരനായിട്ടുള്ള എന്നെ. നമ്മുടെ വല്യമ്മ അല്ലേ. വല്യമ്മ ഞങ്ങളെ എൻഗേജ്മെന്റ് നിക്കാഹിന് എല്ലാത്തിനും ഉണ്ടായിരുന്നു. വല്യമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, നമ്മളെ വിട്ടുപോയി. ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടിട്ട്. തട്ടടിക്കാ പറ്റി എന്നേ. ഇതോ ആന്റി, ഇതോ ഇതോ എങ്ങനെയുണ്ട് ഗേസ് ഞങ്ങളുടെ നിക്കാഹിന്റെ ഫോട്ടോ? ക്യാപ്ഷൻ കൊടുത്തിട്ടില്ലേ ഈശോ? നിക്കാഹ് ഓക്കെ കൊടുത്തു. എൻഗേജ്മെന്റ് കുട്ടീനെ കയ്യിലെടുത്താ നോക്കട്ടെ.
നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെ, അല്ലേ? നല്ല അടിപൊളിയായിട്ട് ചെയ്താണ്. ഞാൻ വിചാരിച്ചില്ലേറെ സെറ്റ് ആയി. ഇത് അമ്പിയല്ല, അമ്പി ഇതില്ല. ഉപ്പച്ചി. അമ്പിക്ക് പിന്നെ കാണിച്ചിട്ടുണ്ട്. ഓ ഏതാ പിക്ക് ചെയ്ത് കല്യാണ ഫോട്ടോ എത്തിട്ട് ഗൈസ്. ഓ ഇതൊക്കെ ആരാണ്? ഏതാ ഇതൊക്കെ? ഇപ്പച്ചിനെ കാണില്ലേ? ആ ഇപ്പച്ചിനെ മനസ്സിലായിട്ട് അവിടേക്ക്. അപ്പച്ചിയാ അന്ന് മേക്കപ്പ് കുറച്ച് കൂടി പോയ സംശയമുണ്ട് ഗൈസ്. ഓ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, അനുഷന്റെ ഫാദർ ആൻഡ് മദർ. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. നിങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വാവ്. അപ്പൊ ഇത്രയും ഫോട്ടോസ് ആണ് ഗൈസ് ഉള്ളത് അല്ലേ? കഴിഞ്ഞു. ഐഷു Yes. എന്ത് പറയുന്നു ഐഷു? ഞാൻ വിചാരിച്ചില്ലേറെ അടിപൊളിയാണ്. ഉഷാറായിനോ? നല്ല ഷാറ്. എങ്ങനെയുണ്ട്? തൃപ്തികരമായി. ശരിയാണല്ലേ? നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അവര് മാക്സിമം സെറ്റ് ആക്കി തന്നിട്ടുണ്ടല്ലേ ഗൈസ്? വിചാരിച്ചില്ലേറെ ഷാറാണ്. ഓക്കെ. ഞാന് ഞാൻ വിചാരിച്ചു ഇവർ പാക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട് അല്ലേ? നിങ്ങളെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാം അല്ലേ? ഓക്കെ. നിങ്ങളെ അഭിപ്രായം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആൽബം എന്നൊക്കെ ഒന്ന് അറിയിക്കാം കമന്റിലൂടെ. ഞങ്ങളെ കാണാനൊക്കെ അന്ന് എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? മേക്കപ്പിൽ എങ്ങനെയുണ്ട്? മേക്കപ്പ് ഇല്ലാതെ എനിക്ക് ആ കല്യാണത്തിന് അന്നത്തെ ഫോട്ടോകൾ മാത്രം. അപ്പൊ അമ്മക്കുട്ടി ഒരു ബായ് കൊടുത്ത, ഒരു ഉമ്മ കൊടുത്ത. ബായ് ബായ്. ഓക്കെ ബായ്.